താൻ രാജ്യസഭയിൽ തൻ്റെ പശ്ചാത്തലം വിവരിക്കുമ്പോൾ ഇങ്ങനെയൊരാപത്ത് പ്രതീക്ഷിക്കുകയുണ്ടായില്ല. എന്തായിരിക്കും സ്വഭാവമെന്നറിയില്ല. എങ്കിലും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ധർമ്മപത്നിക്ക് ദുർബുദ്ധിയാകാൻ സാധിക്കില്ല. അന്ന് തന്നെ സ്വതന്ത്രനായി പോകാൻ അനുവദിച്ചതാണ്. തന്നെ കാശിയിലെ കാരാഗ്രഹത്തിലടച്ച് ശിക്ഷിക്കാൻ ഒരുമ്പെടുകയുണ്ടായില്ല. ശാഠ്യക്കാരിയെങ്കിലും അറിവുള്ളവളായിരുന്നു. അതുകൊണ്ടല്ലേ മഹാജ്ഞാനിയെ തന്നെ ഭർത്താവായി വേണമെന്ന് ശഠിച്ചത്. ദുർബുദ്ധിയെന്ന് കരുതാനാവില്ല. മഹാറാണി ചോദിച്ചു. അസ്തി കശ്ചിത് വാഗ്വിശേഷ. കാളിദാസൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. എന്തു മറുപടി പറയണമെന്ന് തോന്നിയില്ല. അന്നത്തെ മൂകഭാഷയ്ക്കുമേൽ കുമാരിയുടെ ഇന്നത്തെ മഹാറാണിയുടെ വ്യംഗ്യം. കാളിദാസൻ നിർനിമേഷനായി റാണിയെ നോക്കി നിന്നു. ഉടൻ മറുപടി പറയാത്തതുകൊണ്ടോ മറുപടി പ്രതീക്ഷിക്കാത്തതുകൊണ്ടോ റാണി അർദ്ധഗർഭമായി നോക്കിയിട്ട് നടന്നുപോയി. ഗൂഢമായ ഒരു മന്ദസ്മിതം മുഖത്ത് ഒളിഞ്ഞിരിക്കുന്നുവെന്ന് കാളിദാസന് തോന്നി. അടുത്ത ദിവസം മഹാരാജാവ് കാളിദാസനെ ഉപവനത്തിലേക്ക് ക്ഷണിച്ചു. പതിവില്ലാത്ത നിയന്ത്രണത്തിൽ കാളിദാസന് സന്ദേഹം തോന്നി. വിദ്യോത്തമ ഒരുപക്ഷെ പഴയ കഥ ഇദ്ദേഹത്തോട് പറഞ്ഞു കാണും. ഉപവനത്തിലെത്തിയ രാജാവ് വെണ്ണക്കൽ മണ്ഡപത്തിലിരുന്നു. കാളിദാസനെ ഇരിക്കാൻ ക്ഷണിച്ചില്ല. കാളിദാസ, നിങ്ങൾ മഹാറാണി വിദ്യോത്തമയെ അറിയുമോ? വിക്രമാദിത്യൻ ഗൗരവത്തോടെ ചോദിച്ചു. മഹാരാജൻ, ഞാൻ എന്തു പറയട്ടെ? ഞാനന്ന് ചമ്പയിലെ കാളിക്ഷേത്രത്തിലെ പൂജാരിയുടെ ആടിനെ മേച്ചു നടക്കുന്നയാളായിരുന്നു. മഹാരാജാവിനോട് മഹാറാണി ആ കഥ പറഞ്ഞു കാണുമെന്ന വിശ്വാസത്തിൽ കാളിദാസൻ പറഞ്ഞു. മഹാറാണി വിദ്യോത്തമ പറയുന്നത് നിങ്ങൾ മഹാവിഡ്ഢിയാണെന്നാണ്. ഏതോ വിഡ്ഢിത്തം പറഞ്ഞ് രാജസഭയെ പറ്റിക്കുകയായിരുന്നത്രേ. നിങ്ങൾ ചമ്പയിലെ ഒരു സാധാരണ മരം വെട്ടിയാണെന്നും മന്ദബുദ്ധിയാണെന്നുമാണ് റാണിയുടെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങളെ ഉജ്ജയിനിയിൽ നിന്നും പുറത്താക്കണമെന്ന ശാഠ്യത്തിലാണ്. മഹാരാജൻ, അന്ന് കാശി രാജകൊട്ടാരത്തിലെ മന്ത്രിമാരുടെയും കൂട്ടരുടെയും ഉദ്ദേശം കുമാരി വിദ്യോത്തമയ്ക്ക് ഏതെങ്കിലും മഹാവിഡ്ഢിയെ വരനായി കണ്ടെത്തുകയായിരുന്നു. അവരെന്നെ കണ്ടെത്തി മഹാറാണിയുടെ വരനാക്കുകയായിരുന്നു. എൻ്റെ ആഗ്രഹപ്രകാരമല്ല ഞാൻ അന്ന് കാശിയിലെ രാജസദസ്സിലെത്തിയത്. എനിക്കവിടെ നിന്നും രക്ഷപ്പെടേണ്ടിയിരുന്നു. അതിന് ഏറ്റവും നല്ല മാർഗം വിഡ്ഢിയായി അഭിനയിക്കുകയായിരുന്നു. കാളിദാസൻ നടന്നതെന്തെന്ന് വിശദീകരിച്ചു. ഇതിനകം വിദ്യോത്തമയും അവിടെ എത്തിച്ചേർന്നു. പക്ഷേ വിദ്യോത്തമയ്ക്ക് എന്തിന് തന്നോട് വിരോധം തോന്നണം? തന്നോട് രോക്ഷം കൊള്ളുന്നതെന്തിന്? താൻ വിഡ്ഢിയല്ലായിരുന്നിരിക്കും, പക്ഷേ എവിടുത്തെയും രാജകുമാരനായിരുന്നില്ല. കുമാരിക്കാണെങ്കിൽ കീർത്തി കേട്ട മാളവത്തിലെ വധുവാകുവാനും കഴിഞ്ഞു. എന്നിട്ടും തന്നെ ഇവിടെ നിന്നും പുറത്താക്കുകയാണോ? കാളിദാസൻ്റെ മനസ്സിൽ പലതരം ചോദ്യങ്ങളുയർന്നു. കാളിദാസൻ്റെ നിശബ്ദത കണ്ട് വിക്രമാദിത്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങ് വിദ്യോത്തമയുടെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. ഉജ്ജയിനിയുടെ മഹത്തായ രാജസഭയെ വഞ്ചിക്കുന്നത് ആജീവനാന്ത തടവ് ശിക്ഷയേകണമെന്നാണ് മഹാറാണി പറയുന്നത്. മഹാരാജാവിനടുത്തിരുന്ന വിദ്യോത്തമയുടെ മുഖത്ത് കാളിദാസൻ സൂക്ഷിച്ചു നോക്കി. വിദ്യോത്തമ ചോദ്യം ആവർത്തിച്ചു. ആസ്തി കശ്ചിത് വാഗ്വിശേഷ. എന്തായാലും ഈ ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം നൽകുന്നില്ല. വിക്രമാദിത്യനും മഹാറാണി വിദ്യോത്തമയ്ക്കും സാമാന്യ ജ്ഞാനമെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് ഒരു ഉത്തരത്തിനേക്കാൾ മറിച്ചൊരു ചോദ്യം തന്നെയാണ് നല്ലത്. കാളിദാസൻ ഒരു ശ്ലോകം ചൊല്ലി. ഇന്ദീവരേണ നയനം മുഖമംബുജേന കുന്ദേന ദന്തമദരം നവപല്ലവേന അഗാനി ചമ്പകദളൈ സ വിദായ വേദ കാന്തേ കഥം ഘടിതവാനുപലേന ചേത. വിദ്യോത്തമ ഒരു നിമിഷത്തേക്ക് അമ്പരന്ന് നിന്നു. അടുത്ത നിമിഷം വിക്രമാദിത്യനും വിദ്യോത്തമയും ഒന്നിച്ച് കൈയടിച്ചു. മനോഹരം മനോഹരം കാളിദാസ മനോഹരം, വിക്രമാദിത്യൻ പറഞ്ഞു. വിദ്യോത്തമ റാണിയുടെ ചോദ്യത്തിന് ഉത്തരമായല്ലോ. വാഗീശ്വരിയുടെ അനുഗ്രഹം കാളിദാസൻ്റെ ഓരോ വാക്കിലും പ്രകടമായി കാണാം. കാളിദാസൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. മഹാറാണി ചിരിച്ചു. അതിന് മറുപടി പറഞ്ഞില്ല. ഇതിനിടയിൽ അവിടെ എത്തിയ കുമാരി മല്ലികയെ വിക്രമാദിത്യൻ കാളിദാസനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ അനുജത്തി മല്ലിക. കാവ്യനടനത്തിൽ താല്പര്യമുണ്ട്. താൻ ചൊല്ലിയ ശ്ലോകത്തിലെ ആദ്യ 3 വരികൾ അസ്ഥാനത്തായി പോയല്ലോ എന്ന് കാളിദാസൻ്റെ മനസ്സ് പറഞ്ഞു.
മല്ലികയ്ക്കാണവ കൂടുതൽ യോജിക്കുന്നത്. സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന രൂപം, മനോഹരമായ പുഞ്ചിരി, വർണ്ണിക്കാൻ വാക്കുകൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ശരീരകാന്തി, അനുപമങ്ങളായ അംഗങ്ങൾ. ആ കണ്ണുകളിൽ യൗവനത്തിൻ്റെ ശോഭ മുഴുവൻ തത്തിക്കളിക്കുന്നുവെന്ന് തോന്നും. സൗന്ദര്യമൊരുക്കുന്ന കൂട്ടുകൾ ഇവളെ സൃഷ്ടിച്ചതോടെ ബ്രഹ്മദേവന്റെ പക്കൽ തീർന്നുപോയി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മഹാരാജൻ, ഇനി തനിക്ക് പോകാമോ? തൻ്റെ ചിന്തകൾ മന്ഥൻ്റെ പൂങ്കാവനത്തിലേക്ക് കയറുന്നുവോ എന്ന് സംശയം തോന്നിയപ്പോൾ കാളിദാസൻ വിട ചോദിച്ചു.